LDFും BJPയും തമ്മിലാണ് മത്സരമെന്ന പന്ന്യൻ രവീന്ദ്രന്റെ പരാമർശത്തിന് മറുപടിയുമായി ശശി തരൂർ രണ്ടാം സ്ഥാനത്തിനു വേണ്ടിയാണ് BJPയും LDFും മത്സരിക്കുന്നതെന്നും UDFിന്റെ വിജയം സുനിശ്ചിതമെന്നും ശശി തരൂർ പറഞ്ഞു. ക്രോസ് വോട്ടിംഗ് ആരോപണം BJP പരാജയഭീതി മൂലം പറയുന്നതാണെന്നും തരൂർ അമൃത ന്യൂസിനോട് പറഞ്ഞു. നിശബ്ദ പ്രചാരണത്തിന്റെ നാളുകളിൽ കൂട്ടലും കിഴുക്കിലുമായി സ്ഥാനാർത്ഥികൾ തിരക്കിൽ തന്നെയാണ്. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ നമ്മോടൊപ്പം ചേരുകയാണ്. അവസാന ലാപ്പിലെ ഒരു ആത്മവിശ്വാസം, അവസാന നിശബ്ദ ദിവസം പൂർണ്ണമാണ് അനുസരിച്ച് ഒരു സംശയമേ ഇല്ല. നമുക്ക് ഈ കാര്യത്തിൽ മനസ്സിലാക്കണം, ജനങ്ങളുടെ മനസ്സാണ് എല്ലാം നാളെ തീരുമാനിക്കാൻ പോകുന്നത്. ആ ജനങ്ങളുടെ മനസ്സ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു ഭയം ഒരു ചിന്തയുമില്ല. ഈ നിശബ്ദ പ്രചാരണത്തിന് ഈ മണിക്കൂറുകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ അവസാന ലാപ്പിൽ ഈ കൂട്ടലും കിഴിക്കലും ഒക്കെ എത്രത്തോളം ആശങ്ക ഉണ്ടാക്കും? ഒരു ആശങ്കയില്ല, ഒരു ആശങ്കയുമില്ല. കാരണം നോക്കൂ, നമ്മൾക്ക് ഇത് ആക്ച്വലി കുറച്ചൊരു നീളമുണ്ടായിരുന്ന ഒരു പ്രചരണമാണ്. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 2009 എനിക്ക് 3 ആഴ്ച കിട്ടിയുള്ളൂ. എൻ്റെ പേര് പ്രഖ്യാപിക്കുന്നു, 3 ആഴ്ചയിൽ വോട്ട് ചെയ്യണം. ഈ തവണ എനിക്ക് തന്നെ 7 ആഴ്ച. എൻ്റെ മുമ്പിൽ ഒരു 10 ദിവസം മുമ്പ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് പ്രഖ്യാപിച്ചു. 2 ആഴ്ച മുമ്പ് പനിയൻ്റെ പേര് പ്രഖ്യാപിച്ചു. എല്ലാവർക്കും ഒരു ഭയങ്കര ദീർഘമായി നടന്ന ഒരു പ്രചരണ പീരീഡാണ്. അപ്പോൾ അവർ ഓരോരോ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കും ഈ സമയത്തിൽ. പക്ഷെ നമുക്ക് ഓവറോൾ ഒരു ഇംപ്രഷൻ കിട്ടുമല്ലോ. എനിക്ക് വേണ്ടി സംസാരിക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ ഭാഗത്തിലും എല്ലാ മുക്കിലും എത്തിയിട്ടുണ്ട്. എല്ലാ വിഭാഗത്തിലെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അമ്പൂരിയിലത്തെ നമ്മൾ ട്രൈബൽസ് മുതൽ ടെക്നോ പാർക്കിലത്തെ IT പ്രൊഫഷണൽസ് വരെ, തീരദേശൻ നമ്മുടെ മത്സ്യത്തൊഴിലാളി മുതൽ നഗരത്തിലുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും മുതൽ എല്ലാ വിധത്തിൻ്റെ വ്യക്തികളെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ മതം, എല്ലാ ജാതി, എല്ലാ ഭാഗം. അപ്പം ഞങ്ങൾക്ക് ഇത്ര പ്രചരണം ചെയ്ത ശേഷം ഒരു പിടുത്തമില്ല. നമ്മുടെ സാധ്യത എന്താണെങ്കിൽ രാഷ്ട്രീയം ചെയ്യാതിരിക്കുകയാണ് ഭേദം. ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്, പൂർണ്ണ വിശ്വാസമുണ്ട്. ഇത് ഈ വിജയം നമ്മളുടെ തന്നെയാണ്. മറ്റൊരു മണ്ഡലത്തിൽ കാണാത്തൊരു ചെറിയൊരു പ്രത്യേകത ഈ ഒരു മണ്ഡലത്തിലുണ്ടായിരുന്നു. സ്ഥാനാർത്ഥികൾ അവസാന ദിവസങ്ങളിലേക്ക് 3 സ്ഥാനാർത്ഥികളും പരസ്പരം വ്യക്തിപരമായ പരാമർശങ്ങളൊക്കെ പരസ്പരം പോരടിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അങ്ങാണ് ആദ്യം തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് BJP UDF തമ്മിലാണ് മത്സരം. പന്ന്യൻ ചിത്രത്തിൽ പോലും ഇല്ലാന്ന്. പക്ഷേ തിരിച്ചിപ്പോൾ പന്ന്യൻ തിരിച്ചടിക്കുകയാണ്. ഇപ്പോൾ ശരിക്കുള്ള മത്സരം നടക്കുന്നത് BJP LDF ആണ്. തരൂർ ചിത്രത്തിൽ പോലും ഇല്ല എന്നാണ് അദ്ദേഹം തിരിച്ചടിച്ചിരിക്കുന്നത്. 2ാം സ്ഥാനത്തിന് വേണ്ടി കറക്റ്റ്. BJPയും LDFിൻ്റെ പ്രചരണം മത്സരം തന്നെയാണ് 2ാം സ്ഥാനത്തിന്. 1ാം സ്ഥാനം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ജനങ്ങൾ. ക്രോസ് വോട്ടിംഗ് എന്ന ആരോപണമാണല്ലോ BJP ശക്തമായി ഉന്നയിക്കുന്നത്. ഇതൊക്കെ തോൽവിയുടെ ഒരു തെളിവാണ് ഇങ്ങനെ ഒരു എക്സ്ക്യൂസൊക്കെ ആൾക്കാർ പറയണത്. നമ്മൾക്ക് ക്രോസ് വോട്ടിങ്ങിൻ്റെ ആവശ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുമില്ല. ഈ 3 തവണ എപ്പോഴും നിങ്ങൾക്കറിയാം, ജനങ്ങൾ അവരുടെ അഭിപ്രായം അനുസരിച്ചിട്ടാണ് വോട്ട് ചെയ്തത്. നമ്മൾക്ക് 2019 എനിക്കൊരു സംശയവുമില്ല, എനിക്ക് വേറെ ആരുടെയും വോട്ട് എനിക്ക് വീണിട്ടില്ല, ഈ തവണയും വീഴില്ല. പക്ഷേ ജനങ്ങൾ എൻ്റെ പ്രതിനിധിത്വം ആഗ്രഹിക്കുന്നവർ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യും. അത് മതിയാവും എന്നൊരു സംശയമില്ല. ഞങ്ങൾ സന്തോഷത്തോടെ ജയിക്കും. എന്തായാലും എല്ലാ ആശംസകളും. ഈ അവസാന ദിവസവും അവസാനത്തെ ഈ നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസം വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുഴുവൻ സ്ഥാനാർത്ഥികൾ. വലിയ ആത്മവിശ്വാസം, പ്രത്യേകിച്ച് തലസ്ഥാനത്ത് 3 മുന്നണി സ്ഥാനാർത്ഥികൾ, അത് പന്ന്യൻ രവീന്ദ്രനാകട്ടെ, രാജീവ് ചന്ദ്രശേഖരാകട്ടെ, ശശി തരൂരാകട്ടെ, തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. രാജേഷ് താവലിനോടൊപ്പം അൻഫിലി ഡിസൂസ.